ഹലോ ഗെയ്സ്, ഐ ആം രാഹുൽ രാജ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ജോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൂടെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം പിടികിട്ടത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ മാത്രം ചെയ്താലേ നിങ്ങളുടെ ഫോൺ നല്ല രീതിയിൽ 100% കസ്റ്റമൈസ് ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു ടിപ്പാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യിപ്പിക്കുക. Never let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside. I'm alone, I'm alright. സോ ഗൈസ്, അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 3 ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ 3 ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കസ്റ്റമൈസ് ചെയ്യേണ്ട ഈ 3 ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഒന്നാമത് വേണ്ടത് വോളിയം സ്റ്റൈല്, രണ്ടാമത് വേണ്ടത് ഓൺ ഷീഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, പിന്നീട് വേണ്ടത് So20 ലോഞ്ചർ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് S20 ലോഞ്ചർ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം S20 ലോഞ്ചറിൻ്റെ ഒരു ഈ ലോഞ്ചർ ആപ്ലിക്കേഷനും വേണം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് റെഡ്മിയുടെ തീം സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു തീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിലും റെഡ്മിയിൽ തീമൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്താൽ പോലും അതേ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എന്നാൽ അതിലും ബെറ്ററായിട്ട് നമുക്ക് ലോഞ്ചർ വെച്ച് കസ്റ്റമൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ലോഞ്ചർ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 3 ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ പിന്നെ ഇൻസ്റ്റാഗ്രാം ചാനലും കൂടെ കയറി ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അതിപ്പോൾ എൻ്റെ ചാനൽ ആയിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ലോഞ്ചർ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ലെറ്റ്സ് ഗോ. അതിനുമുമ്പ് നമുക്കിവിടെ ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ ഐക്കൺ ഇരിക്കണം എന്ന് അവർ ചോദിക്കുന്നുണ്ട്. S20 തീം മതിയോ അതെ S20 യൂണിറ്റ് ഐക്കൺ തീം മതിയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ ഓപ്ഷൻ തന്നെ ഞാൻ കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും മാറ്റുന്നില്ല. പിന്നീട് വേണ്ടത് ഹൊറിസോണ്ടൽ വേണോ വെർട്ടിക്കൽ വേണോ, വെർട്ടിക്കൽ പ്ലസ് ഇത് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുക്കുന്നില്ല, അത് നമുക്ക് ഹൊറിസോണ്ടൽ തന്നെ മതി, വേറൊന്നും മാറ്റമൊന്നും വരുന്നില്ല. ഹൊറിസോണ്ടൽ രീതിയിൽ തന്നെ ഞാൻ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുകയാണ്. സ്മാൾ വേണോ നോർമൽ വേണോ ലാർജ് വേണോ, ഞാൻ സ്മാൾ കൊടുക്കണം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. എനിക്ക് സ്മാൾ ഐക്കണൊക്കെയാണ് ഇഷ്ടം. എനിക്ക് ഒരുപാട് വലിയതായിട്ടിരിക്കുന്ന ഐക്കൺസ് ഒന്നും അധികം ഇഷ്ടമല്ല. നമ്മുടെ ഫോണിന് ഏതൊരു ഫോൺ എടുത്താൽ പോലും അതിനകത്ത് ഐക്കണൊക്കെ സ്മാളായിട്ടിരിക്കുന്നതാണ് എനിക്ക് വളരെയധികം ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കാം. പിന്നീട് സെറ്റ് ഡിഫോൾട്ട് ലോഞ്ചർ ലേറ്റർ. അപ്പോൾ ഇത് ഞാൻ ഓപ്ഷൻ ലേറ്റർ എന്ന് മാത്രം കൊടുത്തിട്ട് അപ്ലൈ ചെയ്യണം. ഞാൻ സെറ്റ് ചെയ്യുന്നില്ല, പിന്നീട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോഞ്ചർ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഐക്കണൊക്കെ ഒന്ന് സ്മാളായിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഒരു സാംസങ്ങിൻ്റെ ആ ഒരു ഫീലിൽ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ കണ്ടു സാംസങ്ങിൻ്റെ അതേ ഫീലിൽ ജസ്റ്റ് മേലോട്ട് സ്വൈപ്പ് ചെയ്താൽ സാംസങ്ങിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ ലോഞ്ചർ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്ത് പിടിച്ചാൽ എന്തോ ഇത് ലോങ് പ്രസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എഡിറ്റ് ചെയ്യാനാണ് അവർ പറയുന്നത്. അങ്ങനെ ഓപ്ഷൻ അതിനെപ്പറ്റിയൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ അത് വലുതായിട്ടൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് അലോ കൊടുത്ത് വിട്ടേക്കാം. ഇനി അടുത്തത് അതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ വോളിയം സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം മേളിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഇത് കാണാം. ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുക. അസംബ്ലിയിൽ പോയി സെലക്ട് ചെയ്ത് മോർ ഡൗൺലോഡ് സർവീസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓൺ ഷീഡും എനേബിൾ ചെയ്തിടുക. അതിന് തൊട്ടടുത്ത് നമ്മൾ ഓൺ ഷീഡ് എനേബിൾ ചെയ്ത ശേഷം നമ്മൾ വോളിയം സ്റ്റൈൽ എന്ന് പറയുന്നതും ഇനേബിൾ ചെയ്തിടും. അതിനുശേഷം ബാക്ക് പോവുക. ബാക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് വോളിയം കൂട്ടി സൗണ്ട് ഒന്ന് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ഒന്ന് ചേഞ്ച് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് അതിന് സാംസങ്ങിൻ്റെ രീതിയിൽ ഉള്ള വോളിയം കൺട്രോൾ വേണം. അപ്പോൾ നമുക്ക് വോളിയം സ്റ്റൈൽ സാംസങ്ങിൻ്റെ രീതിയിലുള്ള വോളിയം സ്റ്റൈൽ വേണം. അപ്പോൾ നമുക്ക് സാംസങ് UI ഹൊറിസോണ്ടൽ എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ബാക്ക് പോകാം. ബാക്ക് പോയി കഴിഞ്ഞാൽ സൗണ്ട് കൂട്ടുമ്പോൾ കണ്ടു മേളിൽ അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ അതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത് നമുക്ക് വേണ്ടത് ഓൺ ഷീഡ് എന്ന് പറഞ്ഞ ഇതുണ്ട്. ഓൺ ഷീഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് കണ്ടോ, വെൽക്കം ടു ഓൺ ഷീഡ് എന്നെഴുതി കാണിക്കുന്നത്. പിന്നെ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക, മോഡിഫൈ സിസ്റ്റം സെറ്റിങ്സ് എന്നുള്ളത് ഇനേബിൾ ചെയ്യുക. രണ്ടാമത് പിന്നെ അവസാനം നോട്ടിഫിക്കേഷൻ അത് നമ്മൾ ഇനേബിൾ ചെയ്തിടുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത ശേഷം ബാക്ക് പോവുക. ഇതിന് ശേഷം അലോ കൊടുക്കുക. നമ്മുടെ ഇവിടെ നമ്മുടെ വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വർക്ക് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് വേണം നിങ്ങൾക്ക് നോക്കാം. കണ്ടോ വർക്ക് ആയിരിക്കണേ. ഇനി നിങ്ങൾക്കത് ഈ ഒരു രീതിയിലല്ല, നല്ല രീതിയിൽ നിങ്ങൾക്ക് ആക്കണമെങ്കിൽ നമ്മളിവിടെ കുറച്ച് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എനേബിൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ഇനേബിൾ ചെയ്തിട്ടാൽ മാത്രം മതി
വേറൊന്നും തന്നെ നിങ്ങൾ ചെയ്യണ്ട. ഇനേബിൾ ചെയ്തിട്ട് ഇവിടെ മാറ്റം വന്നിട്ടുണ്ടോ, മാറുന്നുണ്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഇനേബിൾ ചെയ്യാണ്ട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനേബിൾ ചെയ്യിടുക. ഇതെല്ലാം നമുക്കൊന്ന് ഇനേബിൾ ചെയ്തിടുക. കാര്യം ഇതിൽ നിന്ന് നമ്മൾ ബാക്ക് അടിച്ചിടണ്ട, നമുക്ക് ഇനേബിൾ ചെയ്തിട്ടേക്കാം. അതിനുശേഷം ബാക്ക് ഇതിന് പോകാൻ നോട്ടിഫിക്കേഷൻ ഷീൽഡിൻ്റെ അത് ഇനേബിൾ കൊടുക്കുക. അതിന് നമ്മൾ റൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യേണ്ട. അടുത്ത ശേഷം അതിനുള്ള എല്ലാം ഇനേബിൾ ചെയ്ത ശേഷം നമ്മൾ നോക്കുക, ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇതൊന്ന് എനേബിൾ ചെയ്തിടുക. നമുക്ക് വേണമെങ്കിൽ ഇത് സൈഡിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ പാനൽ വരും. അത് വേണ്ട എങ്കിൽ ഓഫ് ചെയ്തിടുക. അപ്പം ജസ്റ്റ് ഞാനൊന്ന് നോട്ടിഫിക്കേഷൻ പാനൽ ഇടുക, നെറ്റ് ഒന്ന് ഓൺ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അവിടെ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായി കാണത്തില്ല. അപ്പം ജസ്റ്റ് അതിന് ചേഞ്ച് ഉണ്ടാണ്. നമുക്ക് ഇനേബിൾ ചെയ്യാൻ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതിവിടെ ചേഞ്ച് വരില്ല. നമ്മൾ കറക്റ്റ് രീതിയിൽ അവിടെ ഏതെങ്കിലും ഓപ്ഷൻസ് ഇനേബിൾ ചെയ്യാനുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് ഒക്കെ ഇനേബിൾ ചെയ്തിടുവാണെങ്കിൽ അതവിടെ കറക്റ്റ് രീതിയിൽ വർക്ക് ആയിക്കോളും. നമ്മൾ ഇനേബിൾ ചെയ്യേണ്ട ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനേബിൾ ചെയ്തിടുക. ഇപ്പം നമ്മൾ കണ്ടോ, സാംസങ്ങിൻ്റെ അതേ രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ആയതുകൊണ്ട് ഒരു വ്യത്യാസമില്ല. സാംസങ്ങിൻ്റെ അതേ രീതിയിൽ വർക്കായി. ഇനി നമുക്ക് ആ ലോഞ്ചറിലൊന്ന് സെറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ലോഞ്ചറിൻ്റെ പ്രൈം ആക്റ്റീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫണ്ടൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്കിത് ഫ്രീ ആയിട്ട് പ്രൈം ഒക്കെ ആക്റ്റീവ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ജസ്റ്റ് നമുക്ക് അത്രയും ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നവർ വേണം പ്രൈം ഒക്കെ ആക്റ്റീവ് ചെയ്തിട്ട് അത്രയും ഫങ്ഷൻസ് ഇനേബിൾ ചെയ്തിടാം. അത് വേണ്ട, നോർമൽ ഫങ്ഷൻസ് ഒക്കെ മതിയെങ്കിൽ നമ്മൾ പ്രൈം ഒന്നും ചെയ്യണ്ട. ഇതേ രീതിയിൽ ലോഞ്ചർ അപ്ലൈ ചെയ്തിട്ടാൽ ഇപ്പം കണ്ടോ, സാംസങ്ങിൻ്റെ അതേ രീതിയിൽ ഐക്കണൊക്കെ അങ്ങോട്ട് നീങ്ങുന്നത് അതേ രീതിയിൽ നമ്മുടെ സാംസങ്ങിൻ്റെ അതേ രീതിയിൽ. ഇപ്പം നോട്ടിഫിക്കേഷൻ പാനൽ ജസ്റ്റ് താഴ്ന്നപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ അതേ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ പാനൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് സൗണ്ട് ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ അതേ രീതിയിലുള്ള വോളിയം സ്റ്റൈലിൽ നമുക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോൺ തനി സാംസങ്ങിൻ്റെ രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തു. ഇപ്പോൾ ഒരു റെഡ്മി ഡിവൈസ് ആണ് ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതേപോലെ വേറെ ഏത് ഡിവൈസ് വേണമെങ്കിലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങളുടെ ഫോൺ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.